ഗൈസ്, ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ തന്നെ ഞാൻ ആദ്യം കണ്ടത് രണ്ട് സർപ്രൈസിങ് ആയിട്ടുള്ള ട്രാൻസ്ഫറുകളാണ്. ആദ്യത്തേത് പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വേർപിരിയുന്നു എന്നുള്ള വാർത്ത വരുന്നു. പിന്നീട് ഒരു 2.5 വർഷത്തെ കോൺട്രാക്റ്റിൽ ചെന്നൈയിൻ FC ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് കേൾക്കുന്നു. ഇത് ഈ ഒരു ജനുവരിയിൽ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമല്ല. ചിലപ്പോൾ അടുത്ത സമ്മറിൽ സംഭവിച്ചേക്കാം എന്ന് കരുതിയൊരു കാര്യമാണ്. എന്താണെങ്കിലും ഇന്നലത്തെ ഒരു മത്സരത്തിൽ പ്രീതത്തെ സ്ക്വാഡിൽ കാണാത്തപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട് തോന്നിയിരുന്നു. ഞാൻ ആരോടോ ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പം പറഞ്ഞാൽ എന്തൊരു ഇഞ്ചറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അത് ഇട്ടിരുന്നു. സോ അതിനുശേഷം സർപ്രൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യം അത്രയ്ക്ക് സർപ്രൈസിങ് അല്ല. കാരണം വികാസ് ശുംനാം ടു കേരള ബ്ലാസ്റ്റേഴ്സ് അത് ഈ ജനുവരിയിൽ തന്നെ സാധ്യമാകുന്നു എന്നുള്ളതാണ്. അത്രയ്ക്ക് സർപ്രൈസിങ് അല്ല എന്ന് പറയാനുള്ള കാരണം ഓൾറെഡി പ്രീ കോൺട്രാക്റ്റ് എത്തി എന്നുള്ളൊരു പറഞ്ഞൊരു പ്ലെയറായിരുന്നു വികാസ് ശുംനാം. അദ്ദേഹം സമ്മറിന് പകരം ജനുവരിയിൽ തന്നെ ജോയിൻ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു പ്രീതം കോട്ടാൽ ചെന്നൈയിൻ FC ജോയിൻ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു ഡീലായിരിക്കണം ഇങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ടെർമിനേഷൻ രണ്ടുപേർക്കും കൊടുക്കേണ്ട ഒരു ആവശ്യകതയില്ല. എന്താണെങ്കിലും നമുക്കറിയാം പ്രീതം കോട്ടാൽ എന്ന് പറയുന്ന ഒരു താരം 26 വരെ കോൺട്രാക്റ്റ് ഉള്ളൊരു പ്ലെയർ ആയിരുന്നു. ഞാൻ വിചാരിച്ച അടുത്ത വർഷം ഏതെങ്കിലും ടീമിലേക്ക് ഒരു ട്രാൻസ്ഫർ ഫീ ഒക്കെ മേടിച്ചുകൊണ്ട് തന്നെ സെല്ല് ചെയ്യും എന്നുള്ളത്. 31 വയസ്സുകാരനായിട്ടുള്ള പ്രീതം കോട്ടാലിലേക്ക് വരുമ്പോഴത്തേക്കും ISL മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിൽ ഒരാൾ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സിൽ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം തന്നെയാണ്. ഈ സീസണിലാണ്ട് 14 മാച്ചസ് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇനിഷ്യലി സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഒരു 3-4 മാച്ച് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചത്. പിന്നെ ടീമിലെ മറ്റ് താരങ്ങളുടെയൊക്കെ ഇൻഡിവിജ്വൽ എറേഴ്സ് ഇങ്ങനെയൊക്കെ കൂടി വന്നപ്പോൾ പിന്നീട് അദ്ദേഹം അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. പിന്നീട് ബെഞ്ച് ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ലാസ്റ്റ് സീസൺ നോക്കിക്കഴിഞ്ഞാലും ഇനിഷ്യലി അദ്ദേഹം വന്നപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ കളിച്ച് സെറ്റായി വന്ന സമയത്താണ് ഈഗോർ സ്റ്റുമാച്ചിൻ്റെ ഒരു പരാമർശം റൈറ്റ് ബാക്കിൽ ആണെന്നുള്ള ഒരു പരാമർശമൊക്കെ പറഞ്ഞിരുന്നല്ലോ. പിന്നീട് റൈറ്റ് ബാക്കിലേക്ക് പോയി പിന്നെ കാര്യങ്ങൾ കഥം ആകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രീതം കോട്ടാൽ ചെന്നൈയിൻ FC പോകുമ്പോൾ ചെന്നൈയിൻ FC നിന്നൊരു സെൻറ്റർ ബാക്ക് ഈ ഒരു ജനുവരിയിൽ തന്നെ എത്തുന്നു. വികാസ് ശുംനാം എന്ന് പറയുന്ന താരമാണ്. 21 വയസ്സുകാരനായിട്ടുള്ള വളരെ യങ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്കാണ്. ഞാൻ മുമ്പ് ഈ ഒരു പ്രീ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം വളരെ ഒരു പ്രോമിസിങ് ടാലൻ്റ് എന്ന നിലയിൽ തന്നെ അറിയപ്പെട്ടിരുന്ന പ്ലെയറാണ്. അണ്ടർ-16 അണ്ടർ-17 കളിക്കുന്ന സമയത്താണെങ്കിലും പിന്നീട് പഞ്ചാബ് FC വളരെ ഒരു യങ് ഏജിൽ തന്നെ I-ലീഗിൽ വെച്ച പെർഫോമൻസ് നടത്തിയ സമയത്താണെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് ISL വരുന്നൊരു സമയത്ത് ആ ലെവലിലുള്ള ഒരു നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ലെവലിലേക്കുള്ളൊരു പെർഫോമൻസിലേക്ക് എത്തിയോ എന്നുള്ളത് നമുക്ക് ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രായത്തിൽ ഇപ്പോൾ 21-ാമത്തെ വയസ്സിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് മാച്ചസ് കളിക്കാനായിട്ട് കളിച്ചിട്ടുണ്ട്. ആസ് എ സെൻറ്റർ ബാക്ക് എന്നുള്ള നിലയിൽ തന്നെ നോക്കണം. അപ്പം ചെന്നൈയിൻ FC മിക്കവാറും അദ്ദേഹം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. I-ലീഗിലും ISL ആയിട്ട് ഏതാണ്ട് 60+ മാച്ചസ് ഈ ഒരു കരിയർ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഈ പറയുന്നത് ഒരു യങ് പ്ലെയർ എന്നതിലുപരി ഒരു സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്ന ഒരു താരമാണെന്നുള്ള കളിക്കണം. എന്താണെങ്കിലും നമുക്ക് നോക്കാം താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ഇദ്ദേഹം എങ്ങനെ ഇവിടെ കളിക്കുന്നു എന്നൊക്കെ ഉള്ളത്. ഇനി പഞ്ചാബ് FC അതുപോലെ ചെന്നൈയിൻ FC മാത്രമല്ല അദ്ദേഹം ഇന്ത്യൻ ആരോസിൻ്റെയും ഭാഗമായിട്ടൊരു സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്. നല്ലൊരു ഫിസിക് ഉണ്ട്, അതുപോലെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, ടെക്നിക്കൽ എബിലിറ്റി ഉണ്ട്. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് വികാസ് ശുംനാം. ഇനിവേ പലരും ചോദിക്കുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് പ്രീതം കോട്ടാൽ സഹൽ അബ്ദുൾ സമദ് 1.5 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു സ്വാപ്പ് ഡീലാണ് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ. എന്നാൽ 1.5 വർഷങ്ങൾക്കിപ്പുറം അധികം മാച്ചസ് ഒന്നും സ്റ്റാർട്ട് പോലും ചെയ്യാതെ പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വേർപിരിയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സഹൽ അബ്ദുൾ സമദ് മോഹൻ ബഗാൻ്റെ ഒരു പ്രധാനപ്പെട്ട താരമൊക്കെ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആരും ചോദിക്കേണ്ട. അത് ഒരു ST മാസ്റ്റർ ക്ലാസ് ആയിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി.